ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആദി. അപ്പോൾ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി പോവാട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. ഇന്നിപ്പോൾ റിസൈൻ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണല്ലോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഒരു ഉച്ചയ്ക്കാകുമ്പോൾ ഇറങ്ങും. അതിൻ്റെ ഇടയിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ മുന്നത്തെ സെൻറ്ററിൽ പോയിട്ട് വേണം, അവിടെ നിന്നാണ് ഞാൻ വീട്ടിലോട്ട് പോകണത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് അവർ ഇരുന്നിട്ട് പോവണ്ടെന്നിരുന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവളിങ്ങനെ ഇരുന്ന് പോവണ്ടെന്ന് പറഞ്ഞിരുന്ന് കരയുമ്പോൾ അപ്പുറത്ത് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കരയാട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് കണ്ടത്. ആളപ്പുറത്തേക്ക് തിരിഞ്ഞിരുന്ന് കരയ. ചേച്ചിയെ ചേച്ചി ഇങ്ങനെ നോക്കിയ യൂട്യൂബിക്കുള്ള വ്ളോഗാണ് എടുക്കണത്. ഇപ്പം റെഡിയായി കഴിഞ്ഞ് താഴെ ഊട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ. ഞാനിപ്പോൾ ഈ ചിരിച്ചിരിക്കുന്നൊന്നും നോക്കണ്ട, ഞാൻ നല്ല കരച്ചിലൊക്കെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കരയുന്നുണ്ട്. അപ്പോൾ അവളവിടെ ഇരുന്ന് ഇങ്ങനെ പോവണ്ട അത് ആ തുറന്ന ഇത് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം. പിന്നെ മറ്റേ ഈ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ താഴെ അതിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഡ്യൂട്ടി ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി ഒ പിയിലിരുന്ന് ഈ ഹൈവേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കല പണി. അപ്പോൾ ഇങ്ങനെ ഓരോ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോണ കാണുമ്പോൾ അയ്യോ, പിള്ളേരോട് ഇങ്ങനെ തുള്ളിച്ചാടി പോകുമ്പോൾ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുകയാണല്ലോ, നമുക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കേട്ടോ ഞങ്ങളുടെ ഡ്യൂട്ടി ഡോക്ടർ. എന്നിട്ട് നേരെ അപ്പുറത്തെ ഷോപ്പിൽ പോയി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഈ സ്നാക്സും കാര്യങ്ങളും പിന്നെ ഒരാ ചായ കുടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്നും അങ്ങനെ സ്ഥലങ്ങൾ തന്നെയല്ലേ, ഞാൻ ഇങ്ങോട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അവളവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് ലാസ്റ്റ് എന്താ മിഠായി ജംസ് വാങ്ങിച്ച് ഇങ്ങോട്ട് പോകുന്നു. അതിങ്ങനെ കടിച്ച് പറിക്കണം കേട്ടോ. വീഡിയോ എടുക്കും വേണം, അത് കഴിക്കും വേണം. അപ്പോൾ കൈ കൊണ്ട് പിടിച്ച് കടിച്ച് വലിക്കുക. അപ്പം അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങി, ഇവരോടൊക്കെ യാത്ര പറയാൻ പിന്നെ അങ്ങനെ വേഗത്തിൽ അങ്ങനെ ഇറങ്ങി. ഞങ്ങളടുത്ത് ഇന്നൊരു പേഷ്യൻ്റ് ഡിസ്ചാർജ് ഉണ്ട്. അപ്പോൾ കേക്ക് കഴിച്ചിട്ട് വേണ്ടി ഡോക്ടർ അങ്ങോട്ട് പോയിക്കുക. അതാട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. പുതിയ ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് വരുന്നത് വിയ്യൂർ, വേറൊരു ബ്രാഞ്ച് കൈപ്പറമ്പിൽ, പിന്നെ ഒരെണ്ണം ചുവന്നമണ്ണിൽ. പിന്നെ ഞങ്ങൾ ശക്തനിക്ക് ബസ് കയറി. അപ്പം ശക്തനിൽ ബസ് ഇറങ്ങി അടക്ക സ്റ്റാൻഡിക്കുള്ള ബസ് നോക്കി നിൽക്കുക.
ഒരാഴ്ചയുടെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരാഴ്ചയുടെ ചിക്കൻ കറിയും കൂട്ടിയും ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് വരുള്ളൂ. അവിടെ നിന്നിട്ട് കാണും. അച്ചടാ ആ കേക്ക് കട്ടുമ്പോൾ ഞങ്ങൾ ഇടുന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞോളൂ ഭയങ്കര മിസ്സായി. ഒരു 1.5 കൊല്ലം നിന്നതല്ലേ. അതിൻ്റെ ഭയങ്കര വിഷമൻ്റെ ഉണ്ട് ഹോസ്പിറ്റലിനോട്. അതിൻ്റെ ഒരു വിഷമം. പിന്നെ ഇവളുമാർ സർപ്രൈസൊക്കെ തന്ന് എന്നെ കരയിപ്പിച്ചു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നതാട്ടോ. പിന്നെ അവളുമാരങ്ങനെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. ഒരു 3:30 ഒക്കെ ആയെന്ന് തോന്നുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ അൽഫാം കഴിക്കാമെന്ന് വെച്ചിട്ട് പോയിട്ട് അൽഫാം കട കിട്ടിയില്ല. ലാസ്റ്റ് അക്ഷയയിൽ കയറി ബിരിയാണിയും പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ കഴിച്ചങ്ങനെ ഇറങ്ങി. പിന്നെ നേരെ ശക്തനിലേക്ക് ഓടി. ശക്തനിൽ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കണ കാരണം ബസ് എവിടെയായെന്നൊന്നും എനിക്ക് ആകെ കൺഫ്യൂഷനായി. പിന്നെ ഇന്നാളൊരു ദിവസം വീട്ടിൽ പോയതിൻ്റെ ഒരു ഓർമ്മയിൽ അപ്പുറത്താണെന്ന് തോന്നി അങ്ങോട്ട് നടന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ബസ്സില്ല. അപ്പം എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവളുമാർ വാങ്ങിച്ചിട്ടിരിക്കുക കേട്ടോ. ഞാൻ ഇത്ര നേരം ഇട്ട് നടക്കണ കാരണം ഇവിടെ വന്നപ്പോൾ ബസ്. അപ്പുറത്തേക്ക് നടന്നു നോക്കാം, ചിലപ്പോൾ അപ്പുറത്ത് ബസ് ഉണ്ടെങ്കിലോ. അപ്പം അങ്ങോട്ട് നടന്നു. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബസ് വരുന്ന ടൈമാവുമെന്ന് തോന്നുന്നു. എന്തായാലും തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുന്നത് നേരിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്നത്. പിന്നെ ആ ബസ് ആ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് നടന്നു കയറാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിട്ടാണ് പോവാണല്ലോ. പക്ഷേ ആ ബസ്സിൽ കയറി എന്തായാലും അങ്ങനെ ആലോചിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ചേരൊക്കെ കരഞ്ഞു. എന്നിട്ട് പിന്നെ ബസ്സിൽ കയറി. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടാണ്. വീട്ടിലെത്തിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വന്ന് അകത്തൊക്കെ കയറി അവിടെ ഇരുന്നു, എടുക്കാൻ പറ്റിയില്ല. ഒരു 6:30 ആയപ്പോൾ എത്തി. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ, ചെറിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.